പ്രൊഡക്ഷൻ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഒരു 1500 തൊട്ട് 2000 കല്ല് വരെ നമ്മുടെ യൂണിറ്റിലൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ലേബേഴ്സ് നമുക്കൊരു 10 പേരെ ലേബർ വെച്ചിട്ട് നമ്മളൊരു 2000 കല്ല് വരെയൊക്കെ പ്രൊഡക്ഷൻ നമ്മൾ യൂണിറ്റിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും പെർ ഡേ ഒരു 1500 കല്ലൊക്കെ നമുക്ക് മിനിമം എന്തായാലും പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാവല്ലോ. മാസം നമുക്ക് ഏകദേശം ഒരു 2 to 3 ആ ഒരു റേഞ്ച് 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെയൊക്കെ റേഞ്ച് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും. ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമുള്ളത് സർവീസ് പ്രോപ്പറായിട്ട് കൊടുക്കാത്തതുകൊണ്ട് പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അല്ല നമ്മുടെ മെഷീൻ ആണെങ്കിൽ തന്നെ നമ്മൾ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1 വർഷത്തെ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള വാറണ്ടി മെഷീൻ കൊടുക്കുന്നുണ്ട്. പോയിട്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള എന്ത് സർവീസ് വന്നാലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയത് ചെയ്ത് കൊടുക്കും. സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അത്യാവശ്യം സെയിലുണ്ട്. നമുക്ക് PMEGP എന്ന് പറഞ്ഞ ലോൺ ഉണ്ട്. പ്രധാനമന്ത്രിയുടെ നമുക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള ലോണാണ്. അത് നമുക്ക് ഒരു അതെ സാധാരണക്കാരനൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭമാണ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ അത് കോട്ടയം ജില്ല കേട്ടോ. നമ്മൾ ഒരുപാട് മഡ് ബ്രിക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നല്ല മഡ് ബ്രിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മഡ് ബ്രിക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല മെഷീനറി വേണം കേട്ടോ. നല്ലൊരു മെഷീനിലൂടെയാണ് നമുക്ക് നല്ലൊരു മഡ് ബ്രിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ശ്യാമേട്ടൻ്റെ കമ്പനിയിലാട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് മഡ് ബ്രിക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഈ ഒരു മെഷീൻ നമുക്ക് കേരളത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ള ശ്യാമേട്ടൻ്റെ കമ്പനിയിലാണ് BBK എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അപ്പോൾ വിഷ്ണു ഇവിടെ ഒരു പുതിയൊരു യൂണിറ്റ് തുടങ്ങുകയാണ് അല്ലേ? അതെ. അപ്പോൾ ഇത് കോട്ടയം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത് മഡ് ബ്രിക്ക് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റൊക്കെ. ഇതുപോലുള്ള നല്ല മണ്ണ്, ഉറച്ച മണ്ണ് കിട്ടുന്ന, കല്ലടങ്ങിയ മണ്ണ് കിട്ടുന്ന സ്ഥലങ്ങളിൽ അല്ലേ? അതെ, കല്ലടങ്ങിയ മണ്ണ് എന്ന് പറയുമ്പോൾ കട്ടക്ക് അത്രത്തോളം ക്വാളിറ്റിയും സ്ട്രെങ്തും ഉണ്ടാവും. നമുക്ക് സാധാ മണ്ണുകളിൽ, ചുവന്ന മണ്ണുകളിൽ നമുക്ക് ഒട്ട ഉണ്ടാക്കാം. അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളത് ചെയ്യണമെന്ന് മാത്രമേ ശ്രദ്ധിക്കണം, ചെയ്യണമെന്ന കാര്യം. അതാണ് അതിനൊരു മെയിൻ പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഈ ഒരു മെഷീനറി സെറ്റ് ആക്കുന്നതിന്റെ പ്രോസസ്സ് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഇവിടെ അതിന്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ? എല്ലാ കാര്യങ്ങളും സാധനങ്ങളും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇത് എന്താണ്? ഇത് മണ്ണ് നമ്മൾ ക്രഷ് ചെയ്യാനായിട്ടുള്ള അതിന് പൾവറൈസർ. പൾവറൈസർ. അപ്പോൾ ഇതുപോലുള്ള വലിയ കല്ലുകളൊക്കെ, എല്ലാ കല്ലുകളും നമുക്ക് ഇതിനകത്തിട്ട് നമുക്കിത് പൊടിക്കാൻ പറ്റും. എല്ലാ മണ്ണും ഇതിലിടും അല്ലേ? എല്ലാ മണ്ണും കല്ലും എല്ലാം ഇതിനകത്ത് നമ്മളിട്ട് പൊടിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ പൊടിഞ്ഞ മണ്ണ് നമ്മൾ നേരെ ഈ വരുന്ന ഒരു ട്രേ വഴി നേരെ ആ പാൻ മിക്സറിലോട്ട് വരും. അവിടെ സിമെന്റ്, മണ്ണ്, വെള്ളം നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്ത് നേരെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഹൈഡ്രോളിക് പ്രസ്സിലോട്ട് പോയിട്ട് അത് പ്രസ് ചെയ്ത് നമ്മൾ നേരെ കട്ടയാക്കുന്നത്. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. സിമ്പിൾ. അപ്പോൾ 2-3 മെഷീനറി ആണ് ഇവിടെ വരുന്നത് അല്ലേ? അതെ. നമ്മളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇതെല്ലാം വെച്ചേക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് വെക്കാം. മറ്റേത് ഫ്ലാറ്റ് ആയിട്ടുള്ളവർക്ക് വരുമ്പോൾ നമ്മൾ ആ മേളിലൊരു സെക്ഷൻ വരില്ല, അതിന് മാത്രം ഒരു ഹോപ്പർ വരും മണ്ണിടാനായിട്ട്. ഞാൻ ഈ മെഷീൻ തുടങ്ങിയതുകൊണ്ട് നമ്മളൊരു 10-12 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇവിടെ ആണല്ലോ ഇതിന്റെ കംപ്രസ് ചെയ്യുന്ന സ്ഥലം. ഇവിടെയാണ് കംപ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഓരോ മണ്ണിനനുസരിച്ച് അതിനൊക്കെ ഒരു വ്യത്യാസം വരില്ല? അതിന്റെ ഒരു വരും, തീർച്ചയായിട്ടും വരും. ഓരോ മണ്ണിനും സ്ട്രെങ്തിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിന് സ്ട്രെങ്ത് എത്രയാണ് നമുക്ക് പ്രഷർ വേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ തന്നെ അത് നോക്കി നമ്മളത് അറേഞ്ച് ചെയ്ത് കട്ടടിച്ച് നമ്മൾ നോക്കി അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോന്ന് നമ്മൾ നോക്കി ചെയ്താൽ അത് ക്ലിയർ ആവത്തുള്ളൂ. കാരണം നമ്മളെ ചുമ്മാ ഒരു മെഷീനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ഓരോ ഏരിയയിലും നമ്മുടെ ഈ നാട്ടിലെ മണ്ണല്ല, അങ്ങോട്ട് പല ഏരിയയിലും കിഴക്കോട്ടുള്ള മണ്ണിനും വ്യത്യാസമാണ്. പശയുള്ള മണ്ണുണ്ട്, പശയില്ലാത്ത മണ്ണുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ തന്നെയാണ്, നിങ്ങളൊരു അനുഭവ ജ്ഞാനത്തിൽ നിന്നുള്ള സംഭവമാണ്. വേറെ എവിടുന്നും കണ്ടു പഠിച്ചതല്ലോ അല്ലേ? അപ്പൊ അത് ശ്യാമേട്ടൻ ഒരു പരീക്ഷണം എന്നുള്ളത് തുടങ്ങി. അത് ഇത്രയും 10-12 വർഷത്തോളം തുടർന്ന് പോകുന്നത് നമ്മളാണ്. ഇത് ചെയ്തിട്ടുള്ളതിന്റെ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ. ഈ ഒരു കട്ട നമ്മള് മാർക്കറ്റിൽ ഇറക്കുന്നത് നമ്മളാണ്. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. നിങ്ങൾ ഫസ്റ്റ് ഇറക്കിയ കമ്പനിയൊന്നും ഇപ്പൊ എത്തി നിൽക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസം, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഒന്നുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അത്രയും ഇമ്പ്രൂവ്മെന്റും എത്രയോ അനുഭവ ജ്ഞാനം വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു മെഷീനറി ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തില് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെഷീനാണ് BBKയുടെ തന്നെ ഒരുപാട് മെഷീനറീസ് ഉണ്ട്. നമ്മുടെ ഹോൾഡിംഗ് പ്രസ്, അങ്ങനെ ഒരുപാട് മെഷീനറീസ് വേറെ ഉണ്ട്. നമുക്ക് കമ്പനി ചെല്ലുമ്പോൾ നമുക്ക് അത് ക്ലിയർ ആയിട്ടെല്ലാം കാണാം. അപ്പോൾ ഒരുപാട് മെഷീനറി ഇതാ റെഡി ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത്യാവശ്യം വലിയൊരു ഫാക്ടറി തന്നെ, വർക്ക് ഒരുപാട് നടക്കുന്നുണ്ട് അല്ലേ? കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇത് സപ്ലൈ ചെയ്യുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും കേരളത്തിന്റെ എല്ലായിടത്തോട്ടും നമ്മൾ എത്ര മെഷീൻ നിങ്ങൾ? ഏകദേശം 250 മെഷീൻ, 250ഓളം മെഷീൻ ഡെലിവറി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ നമ്മുടെ മെഷീനാണ് ഇപ്പം വ്യാപകമായിട്ട് അതെ ഉപയോഗിക്കുന്നത്. അതെ അതെ ഫസ്റ്റ് ആദ്യം തന്നെ ഈ മെഷീൻ കണ്ടുപിടിച്ച സ്ഥലമാണ് ഇത് അല്ലേ? അതെ. നമ്മളെ ശ്യാമേട്ടൻ്റെ ഒരു പരീക്ഷണത്തിൽ അത് വളരെ വലിയൊരു വിപ്ലവമാണ് അല്ലേ, വിജയമാണ്. കാരണം എന്താ പറയുക, ഈ ചെങ്കല്ല് കിട്ടാത്ത ഭാഗങ്ങളിലൊക്കെ ചെങ്കല്ല് കുറഞ്ഞു വരികയാണല്ലോ, ഓരോ ദിവസം തോറും ചെങ്കല്ല് കുറഞ്ഞു വരികയാണ്. അതിന് പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണല്ലോ. ഇത് എന്താ പറയുക, ഈ ഒരു കട്ട കൊണ്ട് പണിതാൽ ചൂട് കുറയും. മണ്ണും കല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കട്ടയാണിത്. അത്യാവശ്യം നല്ല ഉറപ്പും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ, ഒരു മെഷീനറി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിന് വേണ്ട സപ്പോർട്ടൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അവർക്ക് വേണ്ട അവരുടെ പ്ലോട്ടിൽ നമ്മൾ പോയിട്ട് അവിടുത്തെ മണ്ണ് അവരെങ്ങനെയാണ് മെഷീനറി വെക്കേണ്ടത്, ഇത് സ്റ്റെപ്പായിട്ടാണ് വെക്കണത്, അപ്പോൾ എല്ലാ കാര്യം ഡീറ്റെയിൽസ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെ. അപ്പൊ അഭിജിത്ത്, ഇതുപോലത്തെ ഒരു യൂണിറ്റ് ഒരു സാധാരണക്കാരാണ് ഇപ്പോൾ അധികം ഇത് തുടങ്ങുക. ഇതുപോലത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ ഏകദേശം എത്ര ചെലവ് വരും? ഇത് നമുക്ക് എല്ലാ മെഷീനും കൂടി നമുക്ക് ഒരു 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മെഷീനറി മാത്രം വരാൻ നേരത്ത് നമുക്ക് ഒരു 9 ലക്ഷം രൂപയ്ക്ക്. അതായത് ഈ ഒരു ഇത് നമ്മളൊരു ഹൈഡ്രോളിക്കിന്റെ ഒരു പ്രസ്സിംഗ് മെഷീൻ വരും, നമുക്കൊരു പാൻ മിക്സർ വരും, പിന്നെ നമുക്ക് മണ്ണ് പൊടിക്കുന്ന ഒരു പള്ളറൈസറും വരും. ഈ 3 മെഷീൻ ലോൺ അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് PMEGP എന്ന് പറഞ്ഞിട്ട് ലോൺ ഉണ്ട്. നമുക്ക് ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ലോണാണ്. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള ലോൺ വഴിയും വെക്കല്ലേ. അപ്പൊ സാധാരണ ഒരു സ്വയം തൊഴിലൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മണ്ണൊക്കെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു യൂണിറ്റ്, ഒരു മഡ് ബ്രിക്കിന്റെ യൂണിറ്റ് ഒക്കെ തുടങ്ങിയാൽ ഭാവിയിലേക്ക് എന്തായാലും നല്ലൊരു ബിസിനസ് ആണ് അല്ലേ? ഭാവിയിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അതെ, ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റിൽ ഒരുപാട് മെഷീനറി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് മെഷീനറി അവിടെ തുടങ്ങുന്നുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് മെഷീൻ എടുത്തിട്ട് നമ്മളുടെ അടുക്കെ വിളിക്കാറുണ്ടോ, ഇന്ന പോലെയാണ് നമുക്ക് അങ്ങനെ സർവീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മളെ മെഷീൻ കണ്ടിട്ട് അതുപോലെ വേറെയും നമ്മളെ പ്രോപ്പറായിട്ട് ഒരു സർവീസും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ സർവീസും നമ്മളെല്ലാം കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അറിയാതെ നമ്മളിപ്പോൾ ഇത്ര മെഷീൻ കൊടുത്ത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്ന് മെഷീൻ എടുക്കുകയാണെങ്കിലും ഇവിടെ വന്നിട്ട് ഇവരോട് ഒന്ന് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച്, കാരണം ഇവർക്ക് അത്രയും അനുഭവജ്ഞാനുണ്ട്. ഇത് ഫസ്റ്റ് തന്നെ ഇവർ കണ്ടുപിടിച്ച് ഇന്ന് വരെ ഇതിലെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് ഇതിന്റെ അത്രയും അനുഭവം. ഇത് ഫസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയ മെഷീനറി ഈ ഒരു മോഡൽ ആയിരിക്കില്ല. അല്ലല്ല, നമ്മൾ ആ പഴയതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ഈ ഒരു നിലയിൽ എത്തിച്ചത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിവുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് ഇവരോട് ചോദിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിലുള്ള മെഷീനറി സാധനങ്ങൾ വെച്ചാൽ നമുക്ക് നല്ല മഡ് ബ്രിക്ക്, നല്ല ക്വാളിറ്റിയുള്ള മഡ് ബ്രിക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും. കാരണം ഇതിൽ വെച്ചിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന കട്ട സാധാരണക്കാരെ വീടെന്ന സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ടകളൊക്കെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് നല്ല അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ? മെഷീനറി ഒന്ന് പരിചയപ്പെടുത്തണം തോന്നി. നമ്മൾ ഈ മഡ് ബ്രിക്കിന്റെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ മെഷീന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. കോട്ടയം ജില്ലയിൽ ശരിക്കും സ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ നീർപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നീർപ്പാറ. അതെ അതെ. അപ്പോൾ ഇവരെ അഡ്രസ്സും ഫോൺ നമ്പറും ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യാം.